ഹലോ ഗൈസ്, നിയർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഈ വണ്ടിയെ പറ്റി പറയാനാണ് കേട്ടോ. ഈ വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടേക്കാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്. ഈ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആളെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യമായിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ വണ്ടി ഒരു സഹായിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊരു കല്യാണം വന്നാൽ ഈ വണ്ടിയെ വിളിക്കുന്നത്. ഒരു ഗർഭിണിയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലും ഈ വണ്ടിയാണ് വിളിക്കുന്നത്. ഒരു പാലുകാച്ച് വന്നാലും ഈ വണ്ടിയാണ് വിളിക്കുന്നത്. അത്യാവശ്യം എന്തെങ്കിലും ഓട്ടം വന്നാലും നാട്ടുകാർ ട്രസ്റ്റ് ചെയ്ത് വിളിക്കുന്നൊരു വണ്ടിയാണ്. ഈ വണ്ടിക്കകത്ത് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. സീറ്റിംഗ് ഒക്കെ പക്കയാണ്. ഇൻറ്റീരിയൽ ഡിസൈനിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓടിച്ചപ്പോൾ ഭയങ്കര കംഫർട്ടായിരുന്നു ഈ വണ്ടി ഓടിക്കാൻ. അപ്പോൾ സീറ്റിങ്ങും കവേഴ്സും എല്ലാം ചെയ്തേക്കുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എൻജിൻ സൈഡെല്ലാം പക്കയാണ്. ഞാൻ തുറന്നു നോക്കി. അപ്പോൾ ആവശ്യം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളിത് വേഗത്തിൽ കൊടുക്കാൻ സെല്ല് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻജിൻ സൈഡെല്ലാം പക്കയാണ്. ടയർ ഒരു ആവറേജ് ടയറാണ്. ബാക്കി ഇതെല്ലാം അതിൻ്റെ ഒരു പാച്ച് വർക്ക്സോ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. നല്ല മുട്ടായി പോലെ കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഓട്ടം വന്നപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, എൻ്റെ ചാനൽ അവരിൻ്റെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞു ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓടിച്ചു നോക്കിയ വണ്ടിയാണ്. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാകും. പെയിൻറ്റിങ് ആയിരുന്നാലും ഇൻറ്റീരിയർ ആയിരുന്നാലും പുറത്തുള്ളതെല്ലാം ഭയങ്കര നീറ്റാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ ബന്ധപ്പെട്ടോളൂ. നമുക്ക് അർജൻറ്റായിട്ട് അല്ലാതെയും കുറച്ച് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിലും കൂടെ ഇടുന്നുണ്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വേഗത്തിൽ ബന്ധപ്പെടുക. അപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്റ്റും ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ബൈ.